പലതരത്തിൽ ഞാൻ നിർബന്ധിച്ചിട്ട് അഭിനയിച്ചാണ്. താൻ നിർബന്ധിച്ചിട്ടാണ് ചെറിയൊരു ഇടിയെ കൊടുത്ത് അവതരിപ്പിച്ചു. ഇടി കൊടുത്തു? ഭീഷണിപ്പെടുത്തി അഭിനയിച്ചു. സീരിയലില് പണ്ടാണ്, അതിന്റെ ഭാഗങ്ങളൊന്നും ഇപ്പൊ യൂട്യൂബിലില്ല. പണ്ടാണ് ദൂരദർശനൊക്കെ ഉള്ള സമയത്ത് മികാന്റെ സന്തതികള്, പിന്നെ സർക്കാർ ഡ്രൈവിംഗ് സ്കൂൾ, അങ്ങനെ കുറെ സീരിയലിലൊക്കെ അഭിനയിച്ചു. പിന്നെ അവസാനമായിട്ട് നമ്മുടെ ഫഹദ് ഫാസിലിന്റെ മാലിക്, അതിൽ അഭിനയിച്ച് ഞാനാണ് അവസരം കൊടുത്തത്. അല്ല, ഇപ്പോ അലനിപ്പോ റീസെന്റ് ആയിട്ട് ഇന്റർവ്യൂസിലെല്ലാം കൂടെ ഫാദർ ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഫാദർ ഭയങ്കര ഈ കാര്യത്തിൽ ഇപ്പൊ അലന്റെ ഈ കോപ്രായങ്ങൾക്കും ഈ കാണിക്കുന്ന പേക്കൂത്തുകൾക്കും ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ പരിപാടികൾക്കെല്ലാം അച്ഛൻ കൂട്ടു നിൽക്കുവോ? എല്ലാത്തിനും ഒന്നും കൂട്ടുവയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അച്ഛൻ എന്തെങ്കിലും എതിരഭിപ്രായം പറയൂ? അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും ഇങ്ങനെ പണിക്കോണെന്നൊക്കെ പറയും, പക്ഷെ നമുക്കൊരു സാധാരണ ലോക്കൽ പണികളൊന്നും നമുക്ക് ചെയ്യാനുള്ള മനഃശക്തി ഇല്ലല്ലോ. നമുക്ക് ഒരു അറിയാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും പണികൾ ചെയ്യുക, അതിനുള്ള എഡ്യൂക്കേഷൻ നേടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മൈൻഡ്. അപ്പൊ ആ എഡ്യൂക്കേഷനിലേക്ക് ആയിട്ടില്ലാത്തതുകൊണ്ട് അത് ട്രൈ ചെയ്യാൻ പറ്റത്തില്ല IT ഫീൽഡിലേക്ക്. അപ്പോൾ അതിലേക്കുള്ള ശ്രമങ്ങളുണ്ട്. ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്നുണ്ടിരിക്കുന്നു, അത് കഴിഞ്ഞുള്ള IT ഫീൽഡിന്റെ ഓരോ ടെക്നിക്കൽ സൈഡ് പഠിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഒരു സമയം ഉണ്ടല്ലോ, അല്ലാണ്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു നല്ലൊരു വെൽ ക്വാളിഫൈഡ് ജോലി കിട്ടൂലല്ലോ കറക്റ്റ് ആയിട്ടുള്ള. അപ്പോൾ നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് കടന്നു തന്നെ അടുത്ത വർഷം വിടും. അത് കഴിഞ്ഞിട്ട് പതുക്കെ മറ്റേ IT ഫീൽഡിലെ ജോലികളിലേക്ക് നോക്കും. അലന്റെ ഇപ്പൊ അലൻ സ്വയം പറയുന്ന ഈ ഷോർട്ട് ഫിലിമിനകത്ത് ഫാദർ അഭിനയിച്ചിട്ടുണ്ടോ? അതിനു മുമ്പ് ലോറൻസ് പെരേരൻ ബഹറിൻ എന്ന ഷോർട്ട് ഫിലിമും. അത് ഷോർട്ട് ഫിലിമാണോ? ഞാൻ കണ്ടോ, പുള്ളി നടക്കുന്നു, ഇരിക്കുന്നു, ആരുടെയൊക്കെ സംസാരിക്കുന്നു. പുള്ളി എപ്പോഴും എടുത്തൊരു വീഡിയോ എടുത്തിട്ട് താൻ എന്നെ ഷോർട്ട് ഫിലിം പറയല്ലേ? അത് കഥയുണ്ടല്ലേ, അത് കഥയെന്ന് വെച്ചാൽ അതൊരു മറ്റേ ഗൾഫില് ഒരു തയ്യൽക്കട ഉദ്ഘാടനം ചെയ്യാനായിട്ടൊരു സൂപ്പർ സ്റ്റാർ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിനടുത്താണ് ഞാൻ ഷോർട്ട് ഫിലിം ആക്കിയത്. പുള്ളിന്റെ അടുത്ത് വന്ന് അത് അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത്. അതിന്റെ ലെങ്ത് കുറച്ചൊക്കെ കുറവാണ്ട് അധികം ട്രോൾ പോകുന്നില്ല, എന്തോ വീഡിയോ ക്വാളിറ്റി കുറവായിരുന്നു. അപ്പൊ അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഫാദർ സമ്മതിച്ചോ? പുള്ളിന്റെ അടുത്ത് തന്നെയല്ലേ, പുള്ളിനെ ആൾക്കാരെ കൊണ്ട് എടുപ്പിച്ചു തന്നെയല്ലേ, പ്രൊഡ്യൂസ് ചെയ്യണല്ലേ. ഭക്ഷണം മേടിച്ചു കൊടുക്കണം പ്രൊഡ്യൂസിങ്, വലിയ കാശൊന്നുമില്ല. അഭിനേതാക്കളൊക്കെ പുള്ളിയുടെ ഭൂമിയിൽ തന്നെയുള്ള വർക്കേഴ്സാണ്. അപ്പൊ അവർക്ക് സപ്പോർട്ടാണ്. പിന്നെ ഗൾഫിലെ ആളുകൾ സപ്പോർട്ടാണ്, അറബികളൊക്കെ ഒരു കുറെ പേരൊക്കെ അഭിനയിക്കുന്നുണ്ട്. അതിനകത്ത് കുറെ പേരൊക്കെ ഫുട്ബോളിക്കാരൊക്കെ കുറെ പേരുണ്ട്. ഇങ്ങനെ കുറെ ഇത് തലവസരമാണ് കുറച്ച് കേരളമായത് എന്ന് പറയാം. ജനങ്ങളെ കോമാളിത്തരം കുറച്ചുകൂടി കാണിച്ചപ്പോഴാണ്. അച്ഛനും സ്വയം കോമാളിയായിട്ടിരിക്കുകയാണോ ഇപ്പോ? അച്ഛനും സിനിമയിലേക്ക് നായകനായി അഭിനയിക്കാൻ പറ്റില്ലെന്ന് അറിയാം, എങ്കിലും ഒരു ക്യാരക്ടർ വേഷം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേക്കുള്ളൊരു മുമ്പ് വേറെ ഒരുപാട് സീരിയലിലേക്ക് അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിരുന്നു. സീരിയലില് പണ്ടാണ്, അതിന്റെ ഭാഗങ്ങളൊന്നും ഇപ്പൊ യൂട്യൂബിലില്ല. പണ്ടാണ് ദൂരദർശനൊക്കെ ഉള്ള സമയത്ത് മികാന്റെ സന്തതികള്, പിന്നെ സർക്കാർ ഡ്രൈവിംഗ് സ്കൂൾ, അങ്ങനെ കുറെ സീരിയലിലൊക്കെ അഭിനയിച്ചു. പിന്നെ കിരീടമില്ലാത്ത രാജാക്കന്മാര്, പിന്നെ അവസാനമായിട്ട് നമ്മുടെ ഫഹദ് ഫാസിലിന്റെ മാലിക്, അതിൽ അഭിനയിച്ചു. ഞാനാണ് അവസരം കൊടുത്തത്. അങ്ങനെ കുറച്ച് ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന പഞ്ചായത്ത് ജട്ടിയിൽ വരെ അഭിനയിച്ചിട്ടുണ്ട്. മനോരമക്കാർ തന്റെ ഫാദർ സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണ് ഇങ്ങനെ അഭിനയിക്കാൻ, അല്ലെങ്കിൽ താൻ നിർബന്ധിച്ചാണോ ഇതിനകത്ത് അഭിനയിക്കാൻ? പലതരത്തിൽ ഞാൻ നിർബന്ധിച്ചിട്ട് അഭിനയിച്ചാണ്. താൻ നിർബന്ധിച്ചിട്ടാണ് ചെറിയൊരു ഇടിയെ കൊടുത്ത് അവതരിപ്പിച്ചു. ഇടി കൊടുത്തോ? ഭീഷണിപ്പെടുത്തി അഭിനയിച്ചു. അച്ഛനെ ഭീഷണിപ്പെടുത്തിയോ? എന്താ പറഞ്ഞു? എന്ത് ഭീഷണിയാണ് വരുത്തിയത്? എനിക്ക് കുറച്ചുകൂടി പബ്ലിസിറ്റി വേണം, അതുകൊണ്ട് അച്ഛൻ വന്നാലേ കയറുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് പബ്ലിസിറ്റി ആവശ്യമുണ്ട്, അച്ഛനും കൂടി വരണമെന്ന്. അതല്ല വിവാദം, അതൊക്കെ ഞാൻ പറഞ്ഞു. ചെറിയൊരു തല്ല് കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് വീട്ടില് തല്ലുടിക്കാറുണ്ട് അപ്പനും അമ്മനുമായിട്ട്. അപ്പൊ ആ ഒരു സെൻസിൽ എടുത്താൽ മതി, അല്ലാണ്ട് വിവാദമായിട്ടുള്ളൊരു കലഹമല്ല വീട്ടിലൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ അച്ഛനെന്തിനാ ഇങ്ങനെ കോമാളി കേൾക്കുന്ന? അച്ഛന് ട്രോളൊക്കെ വന്നപ്പോ എൻജോയ് ചെയ്യുന്നു. അടിപൊളി കൊള്ളാല പരിപാടി, ഇതായിക്കൊള്ളാന്ന് പറഞ്ഞു. പിന്നെ റിവ്യൂ മേഖലയിലും വന്നു പുള്ളി. മലയക്കോട്ടെ ഫലിപ്പിന്റെ റിവ്യൂ പറഞ്ഞു. മറ്റേ ഫിലിം ഫാക്ടറിയിലും സെല്ലി പോസ്റ്റിലൊക്കെ റിവ്യൂ വന്നു. മഞ്ചാടിക്കുരു മീഡിയയിലൊക്കെ ഭയങ്കര വൈറലാണ് അച്ഛന്റെ റിവ്യൂ. ഇപ്പൊ അല്ലനേക്കാളും പിന്നെ വൈറലായിക്കൊണ്ടിരിക്കുകയോ ഫാദർ? അതെ അതെ അതെ, ഞാൻ കൊണ്ടുവന്നാണ് ഈ ഫീൽഡിലേക്ക്. ഇനിയിപ്പോ എല്ലാ വെള്ളിയാഴ്ചയും ഫാദർ വന്ന് റിവ്യൂ പറയും. അത്യാവശ്യം ഇനിയിപ്പോ 23-ാം തീയതി വരെ പടത്തിന് റിവ്യൂ പറയും. അത് കഴിഞ്ഞ് മുടക്കി ഗൾഫിലോട്ട് പോകും. എന്തായാലും അലൻ ഇത്രയും സമയം സത്യസന്ധമായിട്ടുള്ള മറുപടി അതിനടുത്ത് പറഞ്ഞ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ള ഇന്റർവ്യൂസിലൊക്കെ അലൻ എന്തൊക്കെയോ മറച്ചു പിടിച്ചും
ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇപ്പൊ എന്റെ അടുത്ത് സത്യസന്ധല്ലേ പറഞ്ഞേക്കുന്നത്, ആ, പറഞ്ഞു. കുംഭസാരാണല്ലേ, മറ്റേ ഇത് ഞാൻ കുംഭസാരമായിട്ട് എടുക്കട്ടെ. ഗൗരവമായിട്ടൊക്കെ ചോദിക്കും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം പറയൂ. എന്റെ ചോദ്യങ്ങളൊന്നും അല്ലെന്നെ ഹേർട്ടായിട്ടുണ്ടോ? ഏഹ് ഹേർട്ടായിട്ടുണ്ടോ എന്റെ ചോദ്യങ്ങളില്ലല്ലോ? കേട്ടില്ല, കുഴപ്പമില്ല. കേട്ടിരിക്കാൻ പറയാം, ഉത്തരങ്ങൾ പറയാൻ പറ്റും, ഉത്തരം പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്തായാലും സന്തോഷം അലൻ.